ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിന് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മൾ ഈ ദൈവവചനത്തെ പലപ്പോഴും ദൈവവചനത്തെ വളരെ ഗൗരവത്തോടെ നമ്മൾ കാണണം. അത് വളരെ സീരിയസ് ആയിട്ട്, അത് സത്യമാണ്, ഇത് എന്നോടാണ്. അത് വ്യക്തിപരമായിട്ട് നമ്മൾ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ന്യൂ ഇയർ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ബർത്ത്ഡേ ആനിവേഴ്സറീസ് ഒക്കെ വരുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ചർച്ചിൽ പോവുക, അല്ലെങ്കിൽ പ്രത്യേകമായ സ്ഥലങ്ങളിൽ പോവുക, ഒരു നല്ല ആരംഭം കുറിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ചിലപ്പോൾ അന്നത്തെ ദിവസം, ഇപ്പം ന്യൂ ഇയറിനൊക്കെ ആണെങ്കിൽ അന്നത്തെ ഈ വർഷത്തെ വാഗ്ദത്തം എന്താണ്, ആ വർഷത്തെ വാഗ്ദത്ത വചനം എന്താണ്, അത് ഇല്ലെങ്കിൽ അന്നൊരാളൊരു പ്രോഫസി പറഞ്ഞു. നമുക്കിതൊക്കെ ഒരു വളരെ വളരെ തീവ്രമായി നമ്മൾ ആഗ്രഹിക്കുകയും അതിന് പുറകെ ഓടുകയും ഒക്കെ നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ വർഷം ഫ്രൂട്ട്ഫുൾ ആകണം, ആ വർഷം കഴിഞ്ഞ വർഷങ്ങളെക്കാൾ ഫലകരമാകണം, കഴിഞ്ഞ നാളുകളെക്കാൾ ഫലകരമാകണം എന്ന് അങ്ങനെ ആഗ്രഹിക്കുകയും അത് ചിന്തിക്കുകയും ചെയ്യുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ അന്നത്തെ ദിവസം നമ്മൾ ആരെങ്കിലും ഒരു പ്രോഫസി നിങ്ങളോട് പറഞ്ഞു, ഒരു പ്രത്യേക പ്രോമിസ് വാക്യം നിങ്ങൾക്ക് കിട്ടി, ഉടനെ എല്ലാം സെറ്റായി, എല്ലാം ഓക്കെ, എനിക്കൊരു പ്രോമിസ് കിട്ടി, എനിക്കൊരു വാഗ്ദത്തം കിട്ടി, ഇനി എല്ലാം ശരിയായി. പ്രിയപ്പെട്ട, ഞാൻ പറയട്ടെ, എല്ലാം ശരിയാകുന്നത് ഒരു വാഗ്ദത്ത വാക്യം കിട്ടുമ്പോഴല്ല, അല്ലെങ്കിൽ നമ്മളോട് ആരുള്ള ഒരു പ്രോഫസി പറയുമ്പോഴല്ല എല്ലാം ശരിയാകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമുക്കറിയാം, മോശയുടെ കൂടെ നടന്ന വ്യക്തിയാണ് യോശുവ. മോശയുടെ തുടർന്നുള്ള ശുശ്രൂഷകളുടെ നേതൃത്വം ഏറ്റെടുത്ത വ്യക്തിയാണ് യോശുവ. യോശുവയെ സംബന്ധിച്ച് നമ്മൾ ദൈവവചനത്തിൽ കാണുമ്പോൾ, യോശുവയെ കുറിച്ച് നമ്മൾ ദൈവവചനത്തിൽ വായിക്കും, നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം ഇതാണ്. യോശുവ മോശയുടെ കൂടെ നടക്കുകയും, മോശയുടെ മരണത്തിന് ശേഷം യോശുവയാണ് പിന്നെ ജനത്തെ നയിച്ചതും. മാത്രമല്ല, യോശുവയാണ് ആ ജനത്തിന്, അതായത് ദൈവം വാഗ്ദത്തം ചെയ്ത ഭൂമിയുടെ അതിന്റെ അതിർത്തിയോളം മോശ എത്തിച്ചെങ്കിലും ആ സ്ഥലത്തെ ഡിവൈഡ് ചെയ്ത് ഈ 12 ഗോത്രങ്ങൾക്കും നൽകിയത് യോശുവ. അതുകൊണ്ട് ന്യായാധിപന്മാരിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ആളായിട്ട് തന്നെ യോശുവ നമുക്ക് കാണാൻ കഴിയും. യോശുവയെ കുറിച്ച് പറയുന്നത്, മോശയുടെ കൈക്ക് വെള്ളം ഒഴിച്ചവനായ യോശുവ എന്നാണ് പറയുന്നത്. അപ്പൊ മോശയുടെ കൂടെ നടന്ന വ്യക്തിയാണ് യോശുവ. നമുക്കറിയാം, സീനായ് മലയിൽ നിന്ന് കൽപ്പലകയും ന്യായപ്രമാണം എഴുതിക്കൊണ്ട്, അല്ലെങ്കിൽ കൽപ്പനകൾ എഴുതിക്കൊണ്ട് വന്ന മോശ താഴെ വന്നപ്പോൾ ഇവര് ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന നിലയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അവിടെ മോശ പറഞ്ഞൊരു കാര്യമാണ്, ദൈവത്തിന്റെ ന്യായവിധി നടത്താൻ പോവാം, എന്റെ പക്ഷത്തുള്ളത് യഹോവയുടെ പക്ഷത്തുള്ളവരാരാ. അപ്പൊ യോശുവയുടെ ഒരു കൂട്ടം എഴുന്നേറ്റ് നിന്നിട്ട് അന്ന് 3000-ഓളം ആളുകളെ സംഹരിച്ചു കളഞ്ഞു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ മോശയുടെ കൂടെ അത്രത്തോളം പറ്റി നിന്നൊരു വ്യക്തിയാണ് യോശുവ. യോശുവയോട് മോശയ്ക്ക് ശേഷം ആ നിയോഗം ഏറ്റെടുക്കുന്ന യോശുവയോട് പറഞ്ഞൊരു വാക്യമുണ്ട്. നമുക്ക് യോശുവയുടെ പുസ്തകത്തിൽ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളെ ഞാനൊന്ന് വായിക്കാം. യോശുവയുടെ പുസ്തകം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളെ ഞാനൊന്ന് വായിക്കാം. 7-8 വാക്യം. എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചത് ന്യായപ്രമാണമൊക്കെ അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കാം. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. 8-ാം വാക്യം. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായി വരിക. അപ്പൊ അവിടെ നമുക്ക് ഈ ഒരു വർഷം, അല്ലെങ്കിൽ നമ്മുടെ ബർത്ത്ഡേ, നമ്മുടെ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ നോർമലി ഒരു വർഷമില്ലേ, ഓരോ വർഷത്തിൽ നിന്ന് അടുത്ത വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ പ്രവേശിക്കുമ്പോൾ നമ്മൾ അന്ന് കിട്ടുന്ന വാഗ്ദത്ത വചനം എന്താണോ, അല്ലെങ്കിൽ അന്നത്തെ പ്രോഫസി എന്താണോ, ആ വർഷത്തെക്കുറിച്ചുള്ള വാഗ്ദത്തം എന്താ, നിങ്ങൾ ഇതിലൊന്നും ഫോക്കസ് ചെയ്യേണ്ട. നിങ്ങൾ ഒറ്റ കാര്യം ഫോക്കസ് ചെയ്താൽ മതി. കർത്താവിന്റെ വചനത്തെ രാവും പകലും ധ്യാനിക്കുന്നവരായിട്ട് മാറിയാൽ നിങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ, വചനം ഇങ്ങനെയാ പറയുന്നത്, ഹല്ലേലൂയ, ആമേൻ, നീ ചെല്ലുന്നിടത്തൊക്കെ നീ ശുഭമായിരിക്കും, ആമേൻ, നീ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. 3 കാര്യങ്ങൾ. നീ ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കും, നിന്റെ പ്രവൃത്തികൾ സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. എപ്പോഴാണ്? ആമേൻ, നീ ന്യായപ്രമാണ വചനത്തെ രാവും പകലും ധ്യാനിക്കുന്നു. ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ രാവും പകലും ധ്യാനിക്കുന്നു.
അപ്പം മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ് ആകാനായിട്ട്, ചെയ്യുന്ന കാര്യങ്ങൾ ഫലകരമാകാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യം ഇതാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ. ഹല്ലേലൂയ. എന്താണ് ചെയ്യേണ്ടത്? ദൈവവചനത്തെ രാവും പകലും ധ്യാനിക്കുന്നവരായിട്ട് മാറണം. അത് മാത്രം മതി. കർത്താവിന്റെ വചനത്തെ രാവും പകലും ധ്യാനിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതത്തിനകത്ത് നാം ചെയ്യുന്നതൊക്കെ സാധ്യമാകണമെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട, ദൈവത്തിന്റെ വചനത്തെ രാവും പകലും ധ്യാനിക്കുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ 1-ാം തീയതി കൂട്ടായ്മയ്ക്ക് പോയി, ചർച്ചിൽ പോയി, പള്ളിയിൽ പോയി. ഇന്നത്തെ വാഗ്ദത്ത വചനം എനിക്ക് ഇതാണ് കിട്ടിയത്. അത് ഞാൻ എൻ്റെ വീട്ടിൽ വാതുക്കൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്റ്റിക്കർ ഞാൻ കാറിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് എൻ്റെ ബൈബിളിൽ ഞാൻ അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ പറയട്ടെ, ഇതൊന്നുമല്ല നിങ്ങളുടെ ജീവിതം വിജയകരമായി തീരാനുള്ള രഹസ്യം എന്ന് പറയുന്നത്. വചനം ഇങ്ങനെ പറയുന്നത്, കർത്താവിന്റെ ന്യായപ്രമാണത്തെ രാവും പകലും ധ്യാനിക്കണം. 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് എന്താ? കർത്താവിന്റെ ന്യായപ്രമാണത്തെ രാവും പകലും ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അപ്പം ഇത് വചനത്തെ ധ്യാനിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. അതാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് തന്റെ മെസ്സേജ് എല്ലാം ഗിരിപ്രഭാഷണത്തിന് ശേഷം കർത്താവ് പറഞ്ഞൊരു കാര്യം, എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവരൊക്കെ പാറമേൽ വീട് പണിത് ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ വചനം കേൾക്കുക എന്നതിനപ്പുറത്ത് അത് കേൾക്കുക, ധ്യാനിക്കുക. ഇപ്പോൾ യോശുവയോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, നീ അത് വിട്ട് ഇടത്തോട്ടും വലത്തോട്ടും മാറരുത്. ഈ പറഞ്ഞിരിക്കുന്ന പോലെ നീ അനുസരിച്ച് നടക്കാനായിട്ട് രാവും പകലും ധ്യാനിക്കണം. രാവും പകലും ധ്യാനിക്കുമ്പോൾ നീ ഇത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ വണ്ണമുള്ള ഒരു ബന്ധം നിനക്ക് അതിലുണ്ടാവും. അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങൾ എന്തുമായിട്ട് നമ്മൾ ഈ ദൈവവചനത്തെ ധ്യാനിക്കുന്നവരായിട്ട് മാറും. രാവും പകലും ദൈവവചനത്തെ ധ്യാനിക്കുക. മെഡിറ്റേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ് ഡേ ആൻഡ് നൈറ്റ്. അപ്പൊ അവിടെ നമ്മുടെ ജീവിതത്തിനകത്ത് ഈ വർഷമെന്നല്ല, എല്ലാ ദിവസവും ജയകരമായിരിക്കും. അതിന് പ്രത്യേകിച്ചൊരു പ്രോമിസ് വാക്യം കിട്ടണമെന്നോ ആരെങ്കിലും വന്ന് നമ്മുടെ തലയിൽ കവിച്ച് പ്രോഫസി പറയണമെന്നൊന്നുമില്ല. നിങ്ങൾ ഈ വചനം രാവും പകലും ധ്യാനിക്കുന്തോറും ആ വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് മാനിഫെസ്റ്റ് ചെയ്യും. അതായത് നിങ്ങൾ സൗഖ്യത്തിന്റെ വചനമാണ് നിങ്ങൾ ധ്യാനിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യം ഉണ്ടായിരിക്കും നിശ്ചയമായിട്ടും. നിങ്ങൾ സമൃദ്ധിയാണ് ധ്യാനിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ട് സമൃദ്ധി ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തിനെയാണോ ദൈവത്തിൻ്റെ ധ്യാനിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യും. അപ്പൊ അത് ആയിത്തീരാനായിട്ട്, അത് പ്രാപിക്കാനായിട്ട് വചനത്തെ രാവും പകലും ധ്യാനിക്കുക. രാവും പകലും ധ്യാനിക്കുന്നവരായിട്ട് മാറും. അപ്പോൾ ഈ ദിവസങ്ങളിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള വലിയ കാര്യം ഏതാ? നിങ്ങൾ 3 കാര്യമാണ് പറയുന്നത്. കൃതാർത്ഥരായിരിക്കും, നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും, നീ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കും. അതിനെന്താ പറയേണ്ടത്? എന്താ ചെയ്യേണ്ടത്? രാവും പകലും ന്യായപ്രമാണത്തെ ധ്യാനിക്കുക. ന്യായപ്രമാണത്തെ ധ്യാനിക്കുക എന്ന് പറയുന്നത് അന്ന് പഴയ നിയമ കാലഘട്ടമായതുകൊണ്ട് ന്യായപ്രമാണമാണ് അവർക്ക് ദൈവത്തോട് ബന്ധപ്പെടാനായിട്ട് കർത്താവ് കൊടുത്തിരുന്ന ഒരു മാർഗം. എന്നാൽ ഇന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ന്യായപ്രമാണമല്ല, പക്ഷെ നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്ന് നമ്മളെ നടത്തുവാനായിട്ട് നൽകപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ് അല്ലെ? യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി, ആൻഡ് ദ വേ. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു പറഞ്ഞൊരു കാര്യം ഇതാണ്, അവൻ വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. യേശുവാണ് വഴി, പരിശുദ്ധാത്മാവാണ് വഴിയിൽ നടക്കുമാറാക്കുന്നത്. അതായത് യേശുവിൽ നമ്മെ നടത്തുമാറാക്കുന്നത് പരിശുദ്ധാത്മാവ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വചനത്തെ രാവും പകലും ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിനോട് ചേർന്ന് നടക്കുക എന്നാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 8-14 വാക്യത്തിൽ പറയുന്നത്, കർത്താവിന്റെ ആത്മാവിലെ നടത്തപ്പെടുന്ന അവന് ദൈവത്തിന്റെ മക്കളാണ്. അപ്പൊ ദൈവത്തിന്റെ മക്കളായി തീരുക, ആത്മാവിലെ നടത്തപ്പെടുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രിവിലേജ്. ദാറ്റ്സ് എ ഗ്രേറ്റ് പ്രിവിലേജ് ഫോർ എവരിബഡി. അപ്പോൾ നമ്മൾ ആ കർത്താവിനോട് ചേർന്ന് നടക്കുക, ജീവിതം ആസ്വാദികരവും അത്ഭുതവും അനുഗ്രഹമാക്കി തീർക്കുക എന്ന് പറയുന്ന കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവർ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവവചനത്തെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവവചനത്തെ ധ്യാനിക്കുക എന്ന് പറയുന്നത്. നമുക്ക് നൽകപ്പെട്ട ഈ വേദപുസ്തകം വചനം അത് സമയമുള്ളപ്പോഴൊക്കെ സമയം കണ്ടെത്തി വായിക്കുക എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സമയം ഉള്ളപ്പോഴെന്നല്ല, സമയം കണ്ടെത്തി വായിക്കുക. എൻ്റെ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനിച്ചൊരു കാര്യമാണ് ദൈവവചനം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ദൈവവചനത്തിന് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കണം. അത് നിങ്ങളുടെ ജീവിതത്തെ പണിതെടുക്കും.
അതുകൊണ്ട് ദൈവവചനത്തെ ധ്യാനിക്കുക എന്നത് ജീവിതത്തിന് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നിങ്ങൾ ആമേൻ എടുക്കാനായിട്ട് ഓർപ്പിക്കും. നമുക്കറിയാം നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അപ്പോഴും ഈ നമുക്കൊരു പ്രോഫസി കിട്ടിയെന്നിരിക്കട്ടെ, ഒരു പ്രവചനം കിട്ടി. ഇപ്പൊ എന്നോട് ഒരാൾ പ്രവചനം പറഞ്ഞു, ഒരു ദൈവദാസൻ, ഒരു അഭിഷിക്തനോ, ഒരു പ്രവാചകനോ എന്നോട് ഒരു പ്രവചനം പറഞ്ഞിരിക്കട്ടെ. ആ പ്രവചനവും അത് ലഭിക്കുന്ന നാളും തമ്മിലുള്ള ഒരു കാലദൈർഘ്യം ഉണ്ട് അല്ലെ. നമ്മളുടെ കർത്താവ് നിന്നെ ഉയർത്തും, നിന്റെ അവസ്ഥ മാറ്റും എന്ന് പറഞ്ഞ ഉടനെ നമ്മളങ്ങ് മാറുകയല്ല. പക്ഷെ ആ വാഗ്ദത്തം കേട്ടതിനും നമ്മളൊരു വചനത്തിൽ നിന്ന് ഒരു കാര്യം കേട്ടു, ജോലി കിട്ടും, ജോലി ഉടനെ ലഭിക്കും എന്ന് കേട്ടു. പക്ഷെ ജോലി ഉടനെ കിട്ടുന്നില്ല. നമ്മൾ അല്പകാലം കാത്തിരിക്കേണ്ടതായിട്ട് വരിക, നാളുകൾ താമസിക്കുന്നു. അപ്പോൾ ആ വാഗ്ദത്വവും അതിന്റെ നിവൃത്തിക്കും ഇടയിലുള്ള ഒരു ഗ്യാപ്പില്ലേ, ആ ദിവസങ്ങളിൽ നമ്മളെ നിൽക്കാൻ സഹായിക്കുന്നത് ഈ പ്രോഫസി അല്ല, ദൈവവചനമാണ്. അപ്പൊ നമ്മൾ എത്രത്തോളം കൂടുതൽ വീണ്ടും ദൈവവചനത്തെ ധ്യാനിക്കുകയും ദൈവവചനത്തെ ചിന്തിക്കുകയും ചെയ്യുന്നു, അത്രത്തോളം ആ പ്രോഫസിയിലേക്ക് നമ്മളെ എത്തിക്കുവാനായിട്ട് വചനം ഒരു കാര്യമായിട്ട്. അപ്പൊ നമുക്കറിയാം, അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. അപ്പൊ കർത്താവ് ഇത് അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്നെ വലിയൊരു ജാതിയാക്കും. അപ്പൊ നമുക്കറിയാം, ആദമിനെ ദൈവം അനുഗ്രഹിച്ചു, നോഹയെ ദൈവം അനുഗ്രഹിച്ചു. നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങളിൽ ദൈവം നോഹയെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26, 27, 28 വാക്യങ്ങൾ ദൈവം ആദമിനെയും ഹവയെയും അനുഗ്രഹിച്ചു. അപ്പൊ അവിടെ അനുഗ്രഹിച്ചു എന്ന് കാണുമ്പോൾ, എന്നാൽ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അബ്രഹാമിനെ അനുഗ്രഹിച്ചു എന്നല്ല, അബ്രഹാമിനെ അനുഗ്രഹിക്കുമെന്ന വാഗ്ദത്തമാണ് അബ്രഹാമിന് ലഭിച്ചത്. അപ്പൊ അനുഗ്രഹിക്കുമെന്ന വാഗ്ദത്തം ലഭിച്ചവനായ അബ്രഹാം, നമുക്കറിയാം അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് അബ്രഹാമിനെ കുറിച്ച് നമ്മൾ ആദ്യം തന്നെ കാണുന്നത് അവൻ ധനവാനായിരുന്നു. ആട്, മാട്, വെള്ളി, പൊന്ന് എല്ലാം ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. നമുക്ക് അത് ഉൽപ്പത്തി പുസ്തകത്തില് 12-ാം അധ്യായത്തിൽ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോ 13-ാം അധ്യായത്തിന്റെ ആരംഭ വാക്യത്തിൽ കന്നുകാലി, വെള്ളി, പൊന്ന് ഇവയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. അപ്പൊ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. അപ്പോഴ് അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം വിളിച്ചു, 12-ാം അധ്യായത്തിൽ വിളിച്ചു എന്ന് പറയുന്നത് 13-ാം അധ്യായത്തിൽ തന്നെ അബ്രഹാം സമ്പന്നനായിരുന്നു എന്നതിനെയാണ് എടുത്തു പറയുന്നത്. അപ്പോൾ അതായത് കാലദൈർഘ്യം ഒന്നുമില്ല, സമ്പന്നനായിട്ട് മാറി. എന്നാൽ ആ സമ്പത്ത് പെട്ടെന്നുണ്ടായി, സമ്പത്ത് വളരെ പെട്ടെന്ന് അവൻ സമൃദ്ധിയിലേക്ക് വന്നു എന്ന് നമ്മൾ ഈ 12-ഉം 13-ഉം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവിടെ പെട്ടെന്ന് അബ്രഹാം സമ്പന്നനായി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ സമ്പന്നനായി തീർന്ന അബ്രഹാമിനെ കുറിച്ച് ദൈവത്തിന്റെ ആഗ്രഹം സമ്പന്നനായി തീർന്ന് ജീവിച്ച് അവസാനിക്കുക എന്നതല്ല ദൈവത്തിന് അബ്രഹാമിനെ കുറിച്ചുള്ള പദ്ധതി. ദൈവത്തിന് അബ്രഹാമിനെ കുറിച്ചുള്ള പദ്ധതി അബ്രഹാം ബഹുജാതികൾക്ക് അനുഗ്രഹമായി തീരണമെന്നുള്ളത്. അബ്രഹാമെ ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നീ അനേക ജാതികൾക്ക്, ഭൂമിയിലുള്ള സകല ജാതികൾക്ക് നീ ഒരു അനുഗ്രഹമായി തീരും. അതായിരുന്നു കർത്താവിന്റെ പ്രോമിസ്. അപ്പൊ ദൈവം അബ്രഹാമിനോട് പ്രോമിസ് ചെയ്യുന്നത്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, എന്നിട്ട് നിന്നെ അനേക ജാതികൾക്ക് അനുഗ്രഹമാക്കും. അപ്പൊ സമ്പന്നനാവുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. സമ്പത്തുള്ളവനാകുക, സമ്പന്നനായിട്ട് മാറുക, അത് പെട്ടെന്ന് സംഭവിച്ചു അല്ലെ. ഈ 13-ാം അധ്യായത്തിൽ തന്നെ അത് പറയുന്നു. പിന്നെ പലയിടത്തും കൂടെ എടുത്തു പറയുന്നുണ്ട് അബ്രഹാം എല്ലാ വിധത്തിലും സമ്പന്നനായിരുന്നു എന്നത്. എന്നാൽ ദൈവത്തിന് അബ്രഹാമിനെ കുറിച്ചുള്ള പദ്ധതി അബ്രഹാം ജസ്റ്റ് ഒരു സമ്പന്നനായി തീരുക എന്നതിൽ നിന്ന് അപ്പുറമായിട്ട് അബ്രഹാമിനെ സംബന്ധിച്ച് അബ്രഹാം എല്ലാവർക്കും അനുഗ്രഹമായി തീരുക എന്നതായിരുന്നു കർത്താവിന്റെ ആഗ്രഹം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവിനെ സ്വീകരിക്കുന്ന പലരുടെയും ജീവിതത്തിൽ പെട്ടെന്ന് അവർ ചിന്തിക്കുന്നത്, കാരണം ഇന്ന് കേൾക്കുന്ന പല കാര്യങ്ങളും അങ്ങനെ ആയതുകൊണ്ട് അതങ്ങ് വിശ്വസിക്കും. ഇത് ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ഞാൻ സാമ്പത്തികമായിട്ട് വലിയ അഭിവൃദ്ധിയിലേക്ക് വരും. നിശ്ചയമായിട്ടും ദൈവം കർത്താവിനെ വിശ്വസിക്കുന്നവരെ എല്ലാ നിലകളിലും സമൃദ്ധിയാണ് നടത്തും, ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. കാരണം കർത്താവ് പറഞ്ഞ വാക്യം അതാണല്ലോ അല്ലെ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ ധനത്തിനത്തോടെ മഹത്വത്തോടെ ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തത്. അപ്പൊ അതിന് സംശയമൊന്നും. കർത്താവ് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. കാരണം സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞു, യഹോവയുടെ ഇടയനാകുന്നുണ്ട് എനിക്ക് നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. അതുപോലെ തന്നെ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് എല്ലാ സമ്പത്തും തരുമെന്നാണ് പറഞ്ഞു അല്ലെ. നീ വായ്പ വാങ്ങത്തിൽ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും, നിന്റെ കളപ്പുര അനുഗ്രഹിക്കപ്പെടും,
നിന്റെ തോട്ടം അനുഗ്രഹിക്കപ്പെടും, നിന്റെ മൃഗസമ്പത്ത് അനുഗ്രഹിക്കപ്പെടും. അപ്പൊ അവിടെ അനുഗ്രഹിക്കപ്പെടുക, വർദ്ധിക്കുക എന്ന് പറയുന്നത് കർത്താവിന്റെ പദ്ധതിയിലുള്ളത്. അപ്പൊ ഈ അനുഗ്രഹം ഉണ്ടാവും നിശ്ചയമാണ്. പക്ഷെ കർത്താവിന്റെ ആഗ്രഹം നാം അനുഗ്രഹിക്കപ്പെടുക എന്നത് മാത്രമല്ല, നാം അനുഗ്രഹമായി തീരുക എന്നതാണ്. ഈ അനുഗ്രഹിക്കപ്പെടാനായിട്ട് അല്ലെങ്കിൽ സമ്പത്തുണ്ടാകാനായിട്ട് വലിയ ഡിസിപ്ലിൻ ഒന്നും വേണമെന്നൊന്നുമില്ല. എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കാം എന്നൊക്കെ പഠിച്ചാൽ മതി. എങ്ങനെ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി പ്രാപിക്കാം, എങ്ങനെ സമ്പത്ത് കൈകാര്യം ചെയ്യാം, എങ്ങനെ ബിസിനസ് നന്നായിട്ട് ചെയ്യാം, എങ്ങനെ ബന്ധങ്ങളെ നിലനിർത്താം, അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ സമ്പത്ത് ഉണ്ടാക്കാനായിട്ട് വലിയ പ്രയാസമുണ്ട്. അപ്പൊ അതിന് ഒരുപാട് സ്ട്രാറ്റജീസ് ഇന്ന് നമുക്ക് പല പല പ്ലാറ്റ്ഫോമുകളിൽ ഇന്ന് അവൈലബിൾ, സമ്പന്നരായി തീരാനായിട്ട്. എന്നാൽ നാം അനുഗ്രഹമായി തീരുക എന്നതാണ് യഥാർത്ഥത്തിൽ സ്പിരിച്വൽ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. വചനത്തിൽ പറയുന്നത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. അനുഗ്രഹത്താൽ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ അവിടെ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താ? നാം സമ്പത്തുള്ളവരായി തീരുക എന്നതിനപ്പുറമായി നാം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുക എന്നതാണ് കർത്താവിന്റെ പദ്ധതി. അപ്പൊ അവിടെ സമ്പത്തുള്ളവനായി തീരാനായിട്ട് പ്രത്യേക പ്രാക്ടീസുകളോ പരിശീലനങ്ങളോ ഒന്നും വേണ്ട, അതിന് സമർപ്പണമോ ഒന്നും വേണ്ട. സമ്പത്തുണ്ടാക്കാനുള്ള സ്ട്രാറ്റജിയൊക്കെ അറിഞ്ഞ് അതനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് സമ്പത്തുണ്ടാകും. പക്ഷെ കർത്താവിന് നമ്മെക്കുറിച്ച് ആഗ്രഹം നാം അനുഗ്രഹമായി തീരുക എന്നതാണ്. അപ്പൊ അനുഗ്രഹമായി തീരുവാനായിട്ട് അബ്രഹാമിന്റെ ജീവിതം നമുക്കറിയാം. ലോത്തിന് സമ്പത്തുണ്ടായിരുന്നു. അബ്രഹാമിനെ പോലെ തന്നെ ലോത്തിന് സമ്പത്തുണ്ടായിരുന്നു. ഇവിടെ രണ്ടുപേരുടെയും സമ്പത്ത് ദേശത്ത് വഹിക്കാൻ കഴിയാതെ പോലെ. അതുപോലെ തന്നെ സമ്പന്നനായിരുന്നു ലോത്ത്. പക്ഷേ ലോത്ത് സമ്പന്നനായിരുന്നു, എന്നാൽ അബ്രഹാം അനുഗ്രഹമായി മാറി. കാരണം അബ്രഹാമിനെ അറിയത്തുള്ളൂ അനുഗ്രഹിക്കപ്പെടാനുള്ള രഹസ്യം. ലോത്തിന് സമ്പത്തുണ്ടാക്കാനുള്ള രഹസ്യം അറിയാം. ലോത്ത് സമ്പന്നനായിരുന്നു. അപ്പൊ ആ രഹസ്യം അറിഞ്ഞതുകൊണ്ടാണ് ലോത്ത് ഒരു കാര്യം ചെയ്തത്. അവിടെ യോർദാന് കിഴക്കുള്ള സ്ഥലമൊക്കെ നീരൊഴുക്കുള്ളതെന്ന് കണ്ടു, അതങ്ങ് തെരഞ്ഞെടുത്തു. അപ്പൊ ലോത്തിനറിയാം, എനിക്ക് സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കപ്പെടണം, ഞാൻ എന്താ ചെയ്യുന്നത്, അത് ലോത്തിനറിയാം. പക്ഷെ അബ്രഹാമിന് ഒരു കാര്യം അറിയാം, ഞാൻ അനുഗ്രഹിക്കപ്പെടണം എന്തായിരിക്കണം എന്ന് അബ്രഹാമിന്. അതുകൊണ്ട് അബ്രഹാം എന്ത് ചെയ്യുന്നു? വിട്ടുകൊടുക്കാൻ റെഡിയാണ്. ചിന്തിച്ചു നോക്കിയാൽ ലോത്ത് വന്ന് നിൽക്കുകയാണ്, ലോത്തിന് ഇടയന്മാര് വന്ന് നിൽക്കുക, അബ്രഹാമിന്റെ ഇടയന്മാര് വന്ന് നിൽക്കുക, വഴക്കാണ്. ആ വഴക്കും കലഹവും ഉള്ളപ്പോ അബ്രഹാമിന് ഒരു കാര്യം അറിയാം, ഞാൻ ഇവിടെ വാശി പിടിച്ചു നിന്നാൽ, ക്ഷമയില്ലാതെ നിന്നാൽ എനിക്ക് അനുഗ്രഹമായി തീരാൻ പറ്റത്തില്ല. എനിക്ക് സമ്പത്തുണ്ടാകാം, പക്ഷെ അനുഗ്രഹമാകാൻ പറ്റില്ല. അതുകൊണ്ട് അബ്രഹാം പറഞ്ഞു, ലോത്ത് ഒരു കാര്യം ചെയ്തു, ലോത്തിന് ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്തു, എനിക്ക് ഒരു വഴക്കുമില്ല. അപ്പൊ അവിടെ ലോത്ത് വേർപിരിഞ്ഞ ശേഷം അവിടെ അബ്രഹാം അവിടെ നിരാശനായിരിക്കുന്നു. നിരാശ എന്ന് പറഞ്ഞിട്ടില്ല, എന്നാൽ അവിടെ വാക്യത്തിൽ 13-ാം അധ്യായത്തിൽ തന്നെ കർത്താവ് 14-ാം വാക്യം, 14-ാം വാക്യം, ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, നീ തലപൊക്കി ഇരിക്കുന്ന സ്ഥലമൊക്കെ, നീ ഇരിക്കുന്ന സ്ഥലം കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. ഒന്ന്, അബ്രഹാമിന് ഒരു കാര്യം മനസ്സിലായി, അനുഗ്രഹമായി മാറണമെങ്കിൽ ഒന്നാമത് ഞാൻ ക്ഷമിക്കുന്നവനാകണം, വിട്ടുകൊടുക്കുന്നവനാകണം. അപ്പൊ അബ്രഹാം ഒരു കാര്യം ചെയ്തു, അവിടെ വിട്ടുകൊടുത്തു. ലോത്ത് ബെസ്റ്റ് സ്ഥലം ചൂസ് ചെയ്തപ്പോൾ അബ്രഹാം വിട്ടുകൊടുത്തു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഗ്രഹമായി തീരണമെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലരെയും പിടിച്ചു വെക്കും, അല്ലെ? നമ്മളെ ഇന്നലെ മുറിപ്പെടുത്തിയവര്, പ്രയാസപ്പെടുത്തിയവര്, നമ്മൾക്ക് വിരോധമായി അപവാദം പറഞ്ഞവര്, നമ്മളെ തകർത്തവര്, നമ്മളെ കുറ്റം പറഞ്ഞവര്, അവരെ നമ്മൾ പിടിച്ച് നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കും. കാരണം നമ്മൾ അവരെ കുറിച്ച് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക എപ്പോഴും. അവരുടെ കുറ്റം ഓർക്കും, അവരുടെ പ്രയാസം ഓർക്കും. ചിലപ്പോൾ അവർക്ക് കഷ്ടത വരണമെന്ന് വരെ ചിന്തിക്കുക ആളുകളല്ലേ. ചിലരങ്ങനെ പ്രാർത്ഥിക്കുക പോലും ചെയ്യും, അവർക്ക് കഷ്ടത വരണം. അത് ക്ഷമിക്കാത്തടത്തോളം നമ്മൾ അവരെ പിടിച്ചു വെച്ചിരിക്കുക, നമ്മൾ അവരെ. പക്ഷെ ഈ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നമ്മൾ അവരെ റിലീസ് ചെയ്യണം. അവരോട് അങ്ങ് ക്ഷമിച്ചങ്ങ് വിട്ടുകളയണം, അങ്ങ് വിട്ടുകൊടുക്കാൻ പഠിക്കണം. അടുത്തിവിടെ ഒരു വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, അവിടെ കാണാൻ സാധിക്കുന്ന അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ അബ്രഹാം ദൈവത്തെ അനുസരിക്കുന്നവരാണ്. ഈ അനുഗ്രഹം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുക. ചിലപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കും, വലിയ കാര്യമായിരിക്കും. വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ദൈവം പറഞ്ഞാൽ അതിനനുസരിക്കും. ദൈവത്തിന്റെ വചനത്തെ നിസാരമെന്ന് കാണരുത്. നമുക്കറിയാം, പ്രവാചകന്റെ അടുക്കൽ വന്ന ആരാം രാജാവിന്റെ പട്ടാള പ്രമാണിയായ നായ്മാനോട് പ്രവാചകൻ പറഞ്ഞതാ, നീ യോർദാനിൽ ചെന്ന് 7 പ്രാവശ്യം മുങ്ങാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ഈ നിസാര കാര്യം ചെയ്യാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല, ഞങ്ങളുടെ അവിടെ
അർബൻ വലിയ വലിയ നദികളൊക്കെ വേറെ നല്ല മനോഹരമായ നദികളുണ്ട്, അവിടെ പോയി മുങ്ങിയാൽ പോരെ. അപ്പോഴ് അവിടുത്തെ ഒരു വേലക്കാരൻ പറഞ്ഞൊരു കാര്യമാണ്, വലിയ കാര്യമെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ചെയ്യത്തില്ലായിരുന്നു, ഇതൊക്കെ ചെറിയ കാര്യമല്ല പറഞ്ഞു, ചെയ്തു നോക്കാം. ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ നിസ്സാരമായിട്ട് തോന്നിയേക്കാം, ആ നിസ്സാര കാര്യത്തിലാണ് വലിയ അനുഗ്രഹം ഇരിക്കുന്നത്, അല്ലെ? കണ്ണിൽ ചേറ് പൂശിയിട്ട് പറയുക ശിലോഹം കുളത്തിൽ ചെന്ന് കഴുകാനായിട്ട്, ചേറ് പൂശിയിട്ട്. അത് നിസ്സാര കാര്യമാണ്, അതിനെ അനുസരിക്കുക എന്നുള്ളത്. ആ അനുസരണം അനുഗ്രഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം ശൗൽ രാജാവിനെ ആ സ്ഥാനത്തു നിന്ന് തന്നെ മാറ്റിക്കളയാനുള്ള കാരണം അനുസരണമില്ലായിരുന്നു. അനുസരിക്കുന്നത് യാഗത്തേക്കാൾ നല്ലതെന്നാണ് സമൂഹൽ പ്രവാചകനോട് പരിശുദ്ധാത്മാവ് പറയുന്നത്. അപ്പൊ ഒന്ന്, വിട്ടുകൊടുക്കുന്നവനാകുക; രണ്ട്, ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്നവനായിട്ട് മാറുക. മൂന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അബ്രഹാമിന്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തോടുള്ള നിരന്തരമായ കൂട്ടായ്മ. ദൈവത്തോടുള്ള നിരന്തരമായ കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടാനായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് കർത്താവിനോടുള്ള എന്താ പറയുന്നത്, നിരന്തരമാകുന്ന കൂട്ടായ്മ. അത് നമ്മൾ ആദ്യം ചിന്തിച്ച പോലെ അവന്റെ വചനത്തെ രാവും പകലും ധ്യാനിക്കുന്നവരായിട്ട് മാറും. അപ്പൊ ആ നിരന്തരമായുള്ള കൂട്ടായ്മ, കർത്താവിനോട് സംസാരിക്കുക, കർത്താവിനോട് ഇടപെടുക, കർത്താവിന്റെ ശബ്ദം തിരിച്ചറിയുക, കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിയുക, അതൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് നാം അനുഗ്രഹിക്കപ്പെടാനുള്ള രഹസ്യമാണ്. ഹല്ലേലൂയ. അത് അപ്പൊ അബ്രഹാം കർത്താവ് പറഞ്ഞു, കർത്താവ് എന്തു പറഞ്ഞു അതിനെല്ലാം അബ്രഹാം അനുസരിച്ചു. എല്ലാം വിട്ടേച്ചു വരാൻ പറഞ്ഞു, അബ്രഹാം വിട്ടേച്ചു. ഇപ്പോഴേ എല്ലാം നോക്കാൻ പറഞ്ഞു, നോക്കി. എന്ത് ചെയ്യാൻ പറയുന്നു, കർത്താവ് പറയുന്നതിന് അതുപോലെ അനുസരിക്കാനായിട്ട് അബ്രഹാം മനസ്സുള്ളവനായിരുന്നു. നമുക്കറിയാലോ, ഇസ്മായിലിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞ് ഇസഹാക്കിനെ യാഗം അർപ്പിക്കാൻ പറയുമ്പോൾ എത്ര വേദനയുള്ളൊരു കാര്യമാണ്. പക്ഷെ അവിടെ ഇസഹാക്കിനേക്കാളും വലുതായിരുന്നു ദൈവമെന്ന് അബ്രഹാം അവിടെ തെളിയിക്കുക. അപ്പൊ അവിടെ ഒരു പൂർണ്ണ അനുസരണം അബ്രഹാമിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനായിട്ട് കാരണമായിട്ട് നമുക്ക് ഈ അബ്രഹാമിന്റെ ജീവിതത്തിന് ഓരോ ചുവടുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ കർത്താവിനോടുള്ള ആ ഒരു സ്ട്രോങ് ഫെലോഷിപ്പ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ചെറിയ ചെറിയ മാർഗങ്ങളിലൂടെയൊക്കെ സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കും. എന്നാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവിനോടുള്ള നിരന്തരമായ കൂട്ടായ്മ ആവശ്യം. അപ്പൊ അവിടെ ആ ഒരു തയ്യാറെടുപ്പുകളും പരിശീലനങ്ങളിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നിരാശപ്പെടരുത്. ചിന്തിച്ചു നോക്കുക, വാഗ്ദത്തം കിട്ടി, പക്ഷെ തലമുറ കിട്ടിയില്ല. നാളുകൾ, വർഷങ്ങൾ കാത്തിരിക്കുന്നത്, 25 വർഷം കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലോത്ത് വഴക്കിട്ടു, സാറയും ഹാഗാറും തമ്മിൽ വീട്ടിലുണ്ടായ പ്രശ്നം. അതുപോലെ തന്നെ സാറയെ ചെന്ന പല സ്ഥലങ്ങളിലും അധികാരികൾ പിടിച്ചുകൊണ്ടു പോകുന്ന അവസ്ഥ. അതുപോലെ പുറമേ നിന്നുണ്ടായ പ്രയാസം. ലോത്ത് ഉണ്ടായിരുന്ന സ്ഥലത്ത് തീ ഇറങ്ങി ആ സ്ഥലം നശിപ്പിക്കപ്പെടുകയും ലോത്ത് അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥ. ലോത്തിനെയും മറ്റിനെയും പിടിച്ചുകൊണ്ടു പോകപ്പെടുന്ന അവസ്ഥ. അപ്പൊ പലതരത്തിലെ വെല്ലുവിളികൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായി. ദൈവശബ്ദം കൂടെ കേട്ട് ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവ ശബ്ദത്തിനനുസരിച്ച് പ്രതികരിക്കുന്ന അബ്രഹാം. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, സമ്പത്തുള്ളവരാകാനായിട്ട് വലിയ പ്രകടനങ്ങളൊന്നും വേണമെന്നില്ല. പക്ഷെ നിങ്ങൾ അനുഗ്രഹമായി തീരണമെങ്കിൽ കർത്താവ് നിങ്ങളെ ചില പരിശീലനങ്ങളെ കൂടെ കടത്തിവിടും. അപ്പൊ അതിനെ ഒരിക്കലും നമ്മൾ പരീക്ഷയായിട്ട് കാണരുത്. ഹല്ലേലൂയ. ഞാൻ കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറാനായിട്ട് ഇതിലൂടെ എൻ്റെ ക്യാരക്ടറിനെ മോൾഡ് ചെയ്യുക. കാരണം കർത്താവിന് എന്നെക്കുറിച്ചുള്ള ആഗ്രഹം ഞാൻ സമ്പന്നനായി തീരുക എന്നതിനപ്പുറത്ത് ഞാൻ ഒരു അനുഗ്രഹമായി തീരുക എന്നതാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സമ്പത്തുള്ളവർ എന്നതിനേക്കാൾ നിങ്ങളുടെ ഒരു അനുഗ്രഹമായി തീരുവാനായിട്ട്. അപ്പോ സമ്പത്തിന്റെ കാര്യം വചനത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ആമേൻ. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകും, അധ്വാനത്താൽ അതിനോടൊന്നും കൂട്ടുന്നില്ല. അപ്പൊ ഈ അനുഗ്രഹിക്കപ്പെട്ടവരായാൽ സമ്പത്ത് തന്നെ വരും. സമ്പത്തുണ്ടായിട്ടും അനുഗ്രഹിക്കപ്പെടാത്തവരൊത്തിരിയുണ്ട്. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ടിട്ട് സമ്പന്നരാകാത്തവരാരുമില്ല. ഞാനതിനെ വീണ്ടും ഒരിക്കൽ കൂടെ പറയാം, സമ്പന്നരായിട്ട് അനുഗ്രഹിക്കപ്പെടാത്തവർ ധാരാളം ആളുകളെ ലോകത്ത് കാണാൻ സാധിക്കും. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ടുള്ളവർ സാമ്പത്തികമായ സമൃദ്ധിയിലേക്ക് എത്താത്ത ആരും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അനുഗ്രഹിക്കപ്പെട്ടവരെല്ലാം അവര് സമൃദ്ധി എല്ലാ മേഖലകളിലും അവർ അനുഗ്രഹമായി തീരും, സമൃദ്ധിയിലായി തീരും, ഒരു സംശയമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ഒരു നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ സമ്പന്നരാവുക എന്നതിനപ്പുറമായിട്ട്
ആമേൻ, ഒരു അനുഗ്രഹമായി തീരാനുള്ള ആ ആഗ്രഹം നമ്മുടെ അകത്തുണ്ടാകട്ടെ. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്, ശരിയാണ്, അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. പക്ഷെ എന്നാൽ അതീതമായിട്ട് ക്രിസ്തുവിലായി നിങ്ങൾ ഹല്ലേലൂയ അനുസരിക്കുക. ആമേൻ, ഹല്ലേലൂയ പൂർണ്ണമായി അനുസരിക്കുക, വിട്ടുകൊടുക്കുക, ദൈവത്തോടുള്ള നിരന്തരമായ കൂട്ടായ്മ. ആമേൻ, ഇത് മൂന്നും സാധ്യമാകുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങൾ ക്രിസ്തുവിലാണെന്നുള്ള ബോധ്യത്തിലായിരിക്കുക. നിങ്ങൾ ക്രിസ്തുവിലാണെന്നുള്ള ബോധ്യത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഞാൻ പറയാം, നിങ്ങൾ സമ്പന്നരല്ല, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാ. യു ആർ ബ്ലെസ്ഡ്. ഹല്ലേലൂയ. യു ആർ എ ബ്ലെസ്സിങ്. യു ആർ നോട്ട് ഓൺലി ബ്ലെസ്ഡ് ബട്ട് യു ആർ എ ബ്ലെസ്സിങ് ഫോർ മെനി. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് മാത്രമല്ല, പതിനായിരങ്ങൾക്ക്, ലക്ഷങ്ങൾക്ക് നിങ്ങൾ ഒരു അനുഗ്രഹമായി തീരും. ആമേൻ, പ്രൈസ് ഗാഡ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും ഭൗതികമായ ചില മേഖലകളിൽ ഞങ്ങളുടെ ശ്രദ്ധ ഊന്നി പലപ്പോഴും ആ സമൃദ്ധി ഉള്ളപ്പോൾ ഞങ്ങൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന്, സമൃദ്ധി ഇല്ലാത്തപ്പോൾ ഞങ്ങൾ നശിച്ചവരാണെന്ന് ഞങ്ങൾ ചിലപ്പോൾ തെറ്റായിട്ട് ഞങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് കർത്താവ്. പക്ഷേ ഇന്ന് ഈ ദിവസങ്ങൾ പരിശുദ്ധമായി ഞങ്ങൾ സംസാരിച്ച വചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ഉള്ളിൽ കർത്താവെ, ആമേൻ, ഞങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുന്ന നിലയിൽ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ഞങ്ങളെ പണിതെടുക്കണം. ഞങ്ങളെ ആ നിലയിൽ ബോധ്യമുള്ളവരാക്കി ഞങ്ങളെ മാറ്റണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അതിനായി പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളുടെ മേൽ തരണമേ. ഞങ്ങളെ ഹല്ലേലൂയ ഞങ്ങളുടെ ചുറ്റുപാടുകൾക്ക് ഒരു അനുഗ്രഹമായി, ഞങ്ങളുടെ വീട്ടുകാർക്ക് ഒരു അനുഗ്രഹമായി, ഞങ്ങളുടെ സഭയ്ക്ക് ഞങ്ങളൊരു അനുഗ്രഹമായി, ഞങ്ങളായിരിക്കുന്ന ദേശത്തിന് ഞങ്ങളൊരു അനുഗ്രഹമായി, ഞങ്ങളുടെ കൂടെ വസിക്കുന്നവർക്ക് ഞങ്ങളൊരു അനുഗ്രഹമായി, ഞങ്ങൾക്ക് തന്നെ ഒരു അനുഗ്രഹമായി, ദൈവരാജ്യത്തിന് ഒരു അനുഗ്രഹമായി തീരാനായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങൾ കേട്ട പോലെ ഞങ്ങൾ ചെയ്യുന്നതൊക്കെയും സാധ്യമാക്കുകയും കൃതാർത്ഥനായിരിക്കുകയും ഹല്ലേലൂയ ആമേൻ ശുഭമായിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ രാവും പകലും ധ്യാനിക്കുവാനുള്ള കർത്താവെ ആ ഒരു ദാഹം ഞങ്ങളുടെ അകത്തിടുന്ന പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ അത് സാധ്യമല്ലപ്പ. വചനം വായിക്കാൻ, വചനം ധ്യാനിക്കാൻ, വചനത്തെ സ്നേഹിക്കാൻ, വചനത്തെ ധ്യാനിക്കുവാൻ, ധ്യാനിച്ച് ആ വചനം പറയുന്ന പോലെ ആയിത്തീരാൻ പരിശുദ്ധാത്മാവ് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, ഈ പ്രോഗ്രാമിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ സൗഖ്യത്തിന്റെ ആ അത്ഭുതമേറിയ കരം ഇപ്പോൾ തന്നെ നീട്ടപ്പെടട്ടെ. അത്ഭുതകരമായ സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. ചെറുതോ വലുതോ ആയ ഏത് രോഗമാകട്ടെ, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ നിലയിൽ അവരിലത് സൗഖ്യമുണ്ടാകട്ടെ, അത്ഭുത സൗഖ്യം ഉണ്ടാകട്ടെ. കർത്താവെ, അവിടുന്ന് തൊട്ടതിനായിട്ട് നന്ദി, വിടുവിച്ചതിനായി സ്തോത്രം. അത്ഭുതത്തെ കർത്താവ് ചെയ്തതിനായിട്ട് നന്ദി പറയും. സാക്ഷികളെ എഴുന്നേൽപ്പിക്കും. അവരായിരിക്കുന്ന ഭവനത്തിൽ, ദേശത്തിൽ, സ്കൂളിൽ, കോളേജിൽ, ഓഫീസിൽ, ആമേൻ, ആ സഭയിൽ, ആ ദേശത്ത് ഇവര് അനുഗ്രഹത്തിനൊരു മാതൃകയായി തീരാനായിട്ട് പരിശുദ്ധാത്മാവ് സഹായിക്കണം പ്രാർത്ഥിക്കും. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുന്നവർ മാത്രമല്ല, നിങ്ങളാൽ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങളൊരു മുഖാന്തരവും കൂടെയാണ് എന്ന് മറക്കരുത്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.